ശിവശക്തി സ്പിരിച്വൽ ജേർണി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. മാവേലിക്കരയിലുള്ള പുണ്യപുരാതനവും പാവനവുമായ കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തമോ ഗുണാത്മകമായ ലയാവസ്ഥയുടെ നാഥൻ എന്ന നിലയിലാണ് ത്രിമൂർത്തികളിൽ മഹാദേവനെ നാം കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഈശാനം, തത്പുരുഷം, അഘോരം, വാമദേവം, സത്യോജാതം എന്നിങ്ങനെ പഞ്ചമുഖങ്ങളോട് കൂടിയവനാണ് ശിവൻ. ഇവ പഞ്ചഭൂതങ്ങളാൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ശിവലിംഗത്തിൽ ത്രിമൂർത്തി സംഗമം കുടികൊള്ളുന്നു. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ശിവലിംഗങ്ങളിൽ നമുക്ക് ദർശനീയമായ ലിംഗഭാഗം ശിവനെയും അദൃശ്യമായ അഷ്ടദളാകൃതിയിലുള്ള പീഠഭാഗം വിഷ്ണുവിനെയും അതിനിടയിലുള്ള ചതുരഭാഗം ബ്രഹ്മാവിനെയും സൂചിപ്പിക്കുന്നു. ആത്മീയമായ ഔന്നത്യം ആഗ്രഹിക്കുന്നവർക്ക് ബ്രഹ്മസ്വരൂപനായും ഭൗതിക നേട്ടങ്ങൾ തേടുന്നവർക്ക് കൽപ്പവൃക്ഷമായും ശ്രീകണ്ഠദേവൻ ഇവിടെ കിരാതമൂർത്തിയായി കുടികൊള്ളുന്നു. രാവിലെ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് പാർവതി സമേതനായ പരമേശ്വരനായും വൈകിട്ട് കിരാതമൂർത്തിയുമായാണ് ഭാവസങ്കല്പം. വേദകാലഘട്ടത്തിൽ പുരാണപ്രസിദ്ധനായ മാർക്കണ്ഡേയന്റെ പിതാവ് മൃഗണ്ഡമുനിയാൽ സ്ഥാപിതമായ ഈ ദേവസ്ഥാനം വ്രതനിഷ്ഠകളും യജ്ഞങ്ങളും പ്രാർത്ഥനകളും കൊണ്ട് എന്നും ഭക്തമനസ്സുകൾക്ക് അഭയകേന്ദ്രമാണ്. ദക്ഷിണകാശി രണ്ടാം കൈലാസം എന്നുകൂടി പറയാറുള്ള ഈ ക്ഷേത്ര ദർശനം കാശി യാത്രയേക്കാൾ ശ്രേഷ്ഠമായി കരുതുന്നു. ആദിശങ്കരാചാര്യ സ്വാമികൾ ക്ഷേത്ര ദർശനത്തിനായി കണ്ടിയൂർ തെക്കേനടയിൽ എത്തിയപ്പോൾ സാക്ഷാൽ ശ്രീകണ്ഠസ്വാമി പൂർണ്ണ തേജസ്സോടെ ഇവിടെ നിലകൊള്ളുന്നതാണ് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. ശിവഭഗവാന്റെ വിടർത്തിയിട്ടിരിക്കുന്ന ജടാസമൂഹത്തിലൂടെ കാൽ ചവിട്ടി തിരുമുമ്പിലെത്താൻ മനസ്സനുവദിക്കാത്ത ശ്രീ ശങ്കര ഭഗവത്പാദർ തെക്കേ നടയിൽ നിന്നും ശയനപ്രദക്ഷിണം ചെയ്ത് തിരുമുമ്പിലെത്തി ഭഗവാനെ ദർശിച്ചുവെന്നാണ് ഐതിഹ്യം. അതിപുരാതനവും പാവനവുമായ ഈ മഹാക്ഷേത്രത്തിന്റെ ആവിർഭാവകാലം ഏതെന്ന് നിർണയിക്കത്തക്ക രേഖകളോ ഐതിഹ്യങ്ങളോ ഇല്ല. എങ്കിലും ആദിപ്രതിഷ്ഠയ്ക്ക് 5000 വർഷത്തിനു മേൽ പഴക്കമുണ്ടെന്നാണ് സങ്കല്പം. ഇപ്പോൾ നിലനിൽക്കുന്ന സ്വർണധ്വജം 24ാമതായി പ്രതിഷ്ഠ നടത്തിയതാണെന്നും അതിനു മുമ്പുണ്ടായിരുന്ന ചെമ്പുധ്വജം കൊല്ലവർഷം 1066 വീണുപോയതായും ആ കൊടിമരത്തിൽ 23ാമത് കൊടിമരം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതായും അറിയുന്നു. ഒരു കൊടിമരം അറ്റകുറ്റം കൂടാതെ ശരാശരി 200 വർഷം നിലനിൽക്കുമെന്നുള്ള വിദഗ്ധ അഭിപ്രായം കൂടി പരിഗണിക്കുമ്പോൾ നമ്മുടെ കണ്ടിയൂരപ്പന്റെ വാസസ്ഥാനത്തെ സംബന്ധിച്ച് പൂർവികരിൽ നിന്നും തലമുറകൾക്ക് ലഭിച്ച അറിവുകളും ശിലാലിഖിതങ്ങളുമായും താരതമ്യപ്പെടുന്നുണ്ട്. ക്ഷേത്രഗോപുരം മുതൽ ചതുര ശ്രീകോവിൽ വരെ നിറഞ്ഞു നിൽക്കുന്ന ദാരുശില്പങ്ങളും 7 ഏക്കറോളം വരുന്ന അതിവിശാലമായ മതിൽക്കകത്ത് വിശാലമായ സോപാനത്തോടുകൂടിയ 4.5 അടിയിൽപ്പരം ഉയരമുള്ള കരിങ്കൽ തറയിൽ ഇരുനില ശ്രീകോവിലും മണ്ഡപവും 108 ദേവീദേവന്മാരുടെ സാന്നിധ്യവും ശിവനെ 5 ഭാവങ്ങളായി പാർവതീശൻ, ശ്രീ ശങ്കരൻ, ശ്രീ കണ്ഠേശ്വരൻ, വിശ്വനാഥൻ, മൃത്യുഞ്ജയൻ എന്നിങ്ങനെ 5 ശ്രീകോവിലുകളിൽ പ്രാധാന്യം നൽകി പ്രതിഷ്ഠിച്ചിരിക്കുന്നതും കൂടാതെ വിഷ്ണു, ശാസ്താവ്, ഗോശാലകൃഷ്ണൻ, ഗണപതി, ഷൺമുഖൻ എന്നീ ദേവന്മാർക്കും പ്രത്യേകം ശ്രീകോവിലുകൾ ഉള്ളതും പ്രദക്ഷിണ വഴിക്ക് വെളിയിൽ തെക്കുവശത്ത് നാഗരാജാവും നാഗയക്ഷിയും കന്യമൂലയിൽ രക്ഷസും വടക്കു പടിഞ്ഞാറ് സർവൈശ്വര്യപ്രദായിനിയായ അന്നപൂർണേശ്വരി പ്രതിഷ്ഠയാലും ധന്യമായിരിക്കുന്ന കണ്ടിയൂർ മഹാദേവ ക്ഷേത്ര സമുച്ചയം ഭക്തമനസ്സുകളുടെ അക്ഷയഖനിയാണ്. അന്തിപൂജയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. വ്രതാനുഷ്ഠാനങ്ങളിൽ പ്രധാനം തിങ്കളാഴ്ച വ്രതം, പ്രദോഷവ്രതം, തിരുവാതിര വ്രതം, ശിവരാത്രി വ്രതം, ഭജനം പാർക്കൽ എന്നിവ അതിവിശേഷമായി കരുതപ്പെടുന്നു. എല്ലാ മാസവും തിരുവാതിര നാളിൽ ഇവിടെ അന്നദാനം സമർപ്പിക്കാറുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ക്ഷേത്രങ്ങളിൽ ചെന്ന് അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.